Hey guys, welcome back to my channel. അപ്പോൾ ഞാനിന്ന് എങ്ങനെയാണ് റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യാമെന്നാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ കംപ്ലീറ്റ് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ട്യൂട്ടോറിയലാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി എങ്ങനെയാണ് റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യാമെന്ന് അറിയിച്ചെങ്കിൽ അഡ്വാൻസ് മെത്തേഡ് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാമെന്നാണ്. ഞാൻ ഓൾറെഡി കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്, ഞാൻ ഫ്യൂച്ചറിലും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഒരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. പക്ഷേ അതിൽ ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ കുറേ ആൾക്കാർക്ക് കുറച്ചും കൂടി എന്താ പറയുക സംശയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അതെല്ലാം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ഒന്നും കൂടി. അപ്പോൾ ഞാനൊരു പാർട്ടായിട്ടായിരിക്കും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഞാൻ ഈ പാർട്ടിൽ ഈ ക്യൂബിനെ കുറിച്ചിട്ട് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ക്യൂബിൻ്റെ സിസ്റ്റം, കളർ സിസ്റ്റം, അതുപോലെ തന്നെ എങ്ങനെ ടേൺ ചെയ്യുക, അതുപോലെ തന്നെ RU അങ്ങനത്തെ കുറച്ച് കോഡ്സ്, അതിനെ കുറിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ കംപ്ലീറ്റ് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ക്രോസ് അതുപോലെ തന്നെ മറ്റുള്ള സ്റ്റെപ്സ് അറിയണമെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വീഡിയോ ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലൊക്കെ കിടക്കാം. നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് വെച്ചാൽ കളർ സിസ്റ്റമാണ്. അപ്പോൾ കളർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാ ക്യൂബിനും ഒരേ കളർ സിസ്റ്റം ആയിരിക്കും. വൈറ്റ് അച്ചങ്ങ, വൈറ്റിൻ്റെ ഓപ്പോസിറ്റ് കളറായിരിക്കും യെല്ലോ. അപ്പം തന്നെ നമ്മളെ ഗ്രീനിൻ്റെ ഓപ്പോസിറ്റ് ബ്ലൂ ആയിരിക്കും. അതുപോലെ തന്നെ ഓറഞ്ചിൻ്റെ ഓപ്പോസിറ്റ് നമ്മളെ റെഡ് ആയിരിക്കും. അപ്പോൾ ഇതാണ് കളർ സിസ്റ്റം ആയിട്ട് വരുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കി വെച്ചെങ്കിൽ അതുപോലെ തന്നെ ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൈറ്റിൻ്റെ ഓപ്പോസിറ്റ് യെല്ലോ, ഓറഞ്ചിൻ്റെ ഓപ്പോസിറ്റ് റെഡ്, അത് ഗ്രീനിൻ്റെ ഓപ്പോസിറ്റ് ബ്ലൂ. അപ്പോൾ എല്ലാ ക്യൂബിനും ഒരേ കളർ സിസ്റ്റം ആയിരിക്കും. പിന്നെ പലതരത്തിൽ വേറെ തരത്തിലുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് അങ്ങനത്തെ കുറേ ക്യൂബ്സ് ഒക്കെ ഉണ്ട്. ഇതാണ് കോമൺ ആയിട്ടുള്ള റുബിക്സ് ക്യൂബിൻ്റെ കളർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കളർ സിസ്റ്റം ഒന്ന് നോക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്യൂബ് ഈസി ആയിട്ടൊന്ന് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ്. പിന്നെ അറിഞ്ഞിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ വൈറ്റ് വെച്ചിട്ട് ഏത് കളർ വെച്ചിട്ടാണ് സോൾവ് ചെയ്യാൻ തോന്നുന്നത്, ആ സോൾവ് ചെയ്യുമ്പോൾ അതിൻ്റെ ചുറ്റുള്ള കളർ എങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ വൈറ്റ് വെച്ചിട്ടാണ് സോൾവ് ചെയ്യിച്ചെങ്കിൽ അതിൻ്റെ ഇപ്പോൾ എന്താ പറയുക അതിൻ്റെ മേലുള്ളത് നമ്മളെ ഗ്രീന്, അതിൻ്റെ ഇപ്പുറത്ത് ഓറഞ്ച്, എന്താ പറയുക ബ്ലൂ, പിന്നെ റെഡ്. അങ്ങനെ ഒരു കളറിൻ്റെ ഒരു സംഭവം മനസ്സിലാക്കിയിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ക്യൂബ് എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അടുത്തെന്ന് പറയുമ്പോൾ കുറച്ച് ലെറ്റേഴ്സാണ് നോക്കിയിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാർക്ക് സംശയം ഉണ്ടാവും ഈ RU ഇതൊക്കെ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് സൈഡാണ് R. അപ്പോൾ R ഒക്കെ ഉണ്ട്. ആ വീഡിയോ ഞാൻ നിറയെ ഇട്ടിട്ടുണ്ട്. ഫസ്റ്റത്തെ വീഡിയോ തന്നെ അതാണ്. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഇപ്പോൾ R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിനാണ് R ആണ്. ഈ ലെയറിനെയാണ് റൈറ്റ് ലെയറാണ് R. അപ്പോൾ തന്നെ L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡത്തെ എന്താ പറയുക ലെയറിനെയാണ്. L തന്നെ L ഉണ്ട്, L' ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വീഡിയോ ചെക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ U എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേലത്തെ U. നമ്മളിപ്പോൾ എങ്ങനെ പിടിച്ചിരിക്കണം ചേഞ്ച് ചെയ്യാൻ പാടില്ല. അപ്പോൾ അപ്പിനെയാണ് നമ്മൾ U എന്ന് പറയുന്നത്. അതുപോലെ തന്നെ D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൗൺ, F എന്ന് പറഞ്ഞാൽ ഫേസ് അല്ലെങ്കിൽ ഫ്രണ്ട് എന്ന് പറയാം. പിന്നെ നമ്മളിങ്ങനെ പിടിച്ചിരിക്കുക വെച്ചാൽ ഇതിൻ്റെ ബാക്കായിരിക്കും B എന്ന് പറയുന്നത്. അപ്പോൾ B, ഇത് F, U, മേലത്തെ ലെയർ U, അതുപോലെ തന്നെ R, അതുപോലെ തന്നെ L ലെഫ്റ്റ് സൈഡ്, അപ്പം തന്നെ അടിയിലുള്ളത് D. അപ്പോൾ ഇതാണ് സാധാരണ എന്താ പറയുക ഒരു ലെറ്റേഴ്സായിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം നമ്മൾ അൽഗോരിതംസിലൊക്കെ. അപ്പോൾ ചിലർക്ക് സംശയം ഉണ്ടാകും സംഭവം എന്താണ്, ഒരു കണക്ക് പോലെയൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ സംഭവം ഇതാണ് R, ലെഫ്റ്റ്, റൈറ്റ് സംഭവങ്ങളൊക്കെ. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കുക. പിന്നെ നമ്മൾ എങ്ങനെ ടേൺ ചെയ്യുമ്പോൾ അതിനു മുമ്പ് ഞാൻ സെൻറ്റർ ഏതാ കോർണർ ഏതാണെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ കോർണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെൻറ്ററാണ്. ഇപ്പോൾ ഈ സെൻറ്ററാണ്, നടുവിലുള്ള സംഭവങ്ങളാണ് സെൻറ്റർ. ഇത് എല്ലാ ഫേസിൻ്റെ ഭാഗത്തിരുന്ന് നടുവിലുള്ളതാണ്. അപ്പം സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ചേഞ്ച് ചെയ്യില്ല, അവിടെ തന്നെ ഫിക്സ്ഡ് ആണ് സംഭവം. സെൻറ്ററിൻ്റെ ചുറ്റുള്ളതാണ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ സെൻറ്ററിൻ്റെ ചുറ്റുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കോർണർ ഉണ്ട്. കോർണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കളർ അറ്റാച്ച് ആയിട്ടുള്ള എല്ലാത്തിൻ്റെ കോർണർ സൈഡിലായിട്ടിരിക്കും ഉണ്ടാവുക. കോർണറിലാണ് ഈ കോർണർ. അപ്പോൾ കോർണർ എന്ന് പറയുമ്പോൾ ഈ 3 കളറും ഉണ്ടാവും. ഇതിനാണ് കോർണർ പറയുക. എല്ലാം എന്താ പറയുക 8 കോർണർ ഉണ്ടാവും. പിന്നെ നമ്മൾ എഡ്ജ് എന്ന് പറയുമ്പോൾ ഈ മിഡിലായിട്ട് 2 കോർണറിൻ്റെ മിഡിലായിട്ടും, അപ്പം തന്നെ 2 സെൻറ്ററിൻ്റെ മിഡിലായിട്ടുള്ളതാണ് നമ്മളെ എഡ്ജ്. അപ്പോൾ എഡ്ജിൽ 2 കളർ ഉണ്ടാവും. അങ്ങനെ എല്ലാ സ്ഥലത്തും എഡ്ജ് ഇവിടെ അങ്ങനെ നോക്കി വെച്ചാൽ ഇവിടെ ഇതൊക്കെ എഡ്ജാണ്. അപ്പോൾ ഇത് ചിലർ കൺഫ്യൂഷനാണ്, സെൻറ്റർ എഡ്ജ് സംഭവമൊക്കെ എല്ലാതും ഒന്നാന്നൊക്കെ വെച്ചിട്ടുള്ള. അപ്പോൾ എഡ്ജ് കോർണർ സെൻറ്റർ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു. ഇതൊക്കെ ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കുകയാണ് ക്യൂബ് സോൾവ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷഫിൾ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു സെൻറ്റേഴ്സ് ഒരിക്കലും മാറില്ല. ഒപ്പം തന്നെ സെൻറ്റേഴ്സിൻ്റെ കളർ സിസ്റ്റം ഞാൻ പറഞ്ഞു. അപ്പോൾ കളർ സിസ്റ്റം എന്ന് പറയുമ്പോൾ വൈറ്റിൻ്റെ സെൻറ്ററാണ് നോക്കേണ്ടത്. നമ്മൾ മറ്റു കളറൊക്കെ വിടുക. സെൻറ്ററിൻ്റെ ഓപ്പോസിറ്റ് എന്താ പറയുക യെല്ലോ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അതുപോലെ തന്നെ ഗ്രീനിൻ്റെ ഓപ്പോസിറ്റ് ബ്ലൂ, ഓറഞ്ചിൻ്റെ ഓപ്പോസിറ്റ് നമ്മളെ റെഡ്. നമ്മൾ സോൾവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയർ സോൾവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ സെൻറ്ററിനെ എന്താ പറയുക ബേസ് ആക്കിയിട്ട് വേണം നമ്മൾ ചുറ്റുള്ള കളർ സോൾവ് ചെയ്യാൻ. നേരിട്ട് പോയിട്ട് ഫസ്റ്റ് കോർണർ സോൾവ് ചെയ്യുക. അതുപോലെ തന്നെ എഡ്ജ് നമ്മളിപ്പോൾ വേറെ എന്താ ഇപ്പോൾ പച്ച വെച്ചെങ്കിൽ ഇവിടെ ഫുൾ നമ്മൾ വെള്ളമാക്കി മാറ്റും. ഇവിടെ വെള്ളമാക്കിയിട്ട് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യാനാണ് നോക്കുക. ഫസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ സെൻറ്റർ ബേസ് ആക്കിയിട്ട് വേണം നമ്മൾ കളർ സോൾവ് ചെയ്യാൻ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എന്നല്ല, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ സെൻറ്റർ നോക്കിയിട്ടാണ് നമ്മൾ മനസ്സിലാക്കുക.
അപ്പം തന്നെ സെൻറ്റർ മാറില്ല. എന്താ പറയുക, നമ്മളെ സെൻറ്റർ ഒരിക്കലും മാറില്ല. നമ്മൾ എഡ്ജും അതുപോലെ തന്നെ കോർണറാണ് മാറുക. അപ്പോൾ നോക്കി വെച്ചാൽ അത് കോർണറാണ്, അത് മാറി. അതുപോലെ തന്നെ എഡ്ജ് മാറി. നമ്മൾ സെൻറ്റർ ഒരിക്കലും മാറില്ല. നമ്മൾ ചുറ്റും മാറണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ അടുത്ത പൊസിഷനിൽ മാറ്റി കഴിഞ്ഞാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സെൻറ്റർ മാറുന്നതല്ലാണ്. നമ്മൾ തനിച്ച് സെൻറ്റർ ഒരിക്കലും മാറില്ല. അപ്പോൾ ഫിക്സ്ഡ് ആണ് സംഭവം. നമ്മളെ എഡ്ജും ഇതൊക്കെയാണ് കോർണറാണ് മാറുക. അപ്പോൾ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ സെൻറ്ററിന് ചുറ്റും ഇപ്പോൾ ഏത് കളറാണോ നിങ്ങൾ സോൾവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ കളർ ചുറ്റും കൊണ്ടുപോയി ചെയ്യുന്നുണ്ട്. സാധാരണ അങ്ങനെ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഫസ്റ്റ് സോൾവ് ചെയ്യുമ്പോൾ ഒന്നും അറിയാത്തൊരാഴ്ചക്ക് നമ്മൾ ഫസ്റ്റ് ഏതെങ്കിലും ഒരു കളർ കണ്ടു. ഇപ്പോൾ ഇവിടെ കുറച്ച് 2 ചുവപ്പ് 2 പച്ച ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ എന്താ പറയുക, വേറെ വല്ല പച്ച ഉണ്ടെങ്കിൽ അത് യോജിപ്പിച്ച് അങ്ങനെ സോൾവ് ചെയ്യാനാണ് നോക്കുക. നമ്മൾ സാധാരണ നമ്മൾ ഫസ്റ്റ് ഒരു ലെയർ മാത്രം ഒരു കളർ മാത്രം സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ അങ്ങനെയാണ് സാധാരണ ചെയ്യാറ്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. അങ്ങനെ ഒരു കളർ സോൾവ് ചെയ്യുക വെച്ചെങ്കിൽ നമ്മൾ സെൻറ്ററിനെ ബേസ് ചെയ്തിട്ട് വേണം ചെയ്യാം. അപ്പോൾ ഞാനൊരു ഉദാഹരണം കാണിച്ചു തരാം. വൈറ്റ് ആണ് സോൾവ് ചെയ്യുന്നത്. ഒരു ഭാഗം സോൾവ് ചെയ്യാനാണ് ഞാൻ പറയുന്നത്, ഒരു പ്രാക്ടീസ് പോലെ. അപ്പോൾ ഒരു ഭാഗം സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ജസ്റ്റ് സെൻറ്റർ, ഇപ്പോൾ വൈറ്റാണ് സോൾവ് ചെയ്ത് സെൻറ്റർ എടുക്കുക, സെൻറ്റർ ഭാഗം എടുക്കുക, വൈറ്റിൻ്റെ സെൻറ്റർ ഭാഗം. പിന്നെ നമ്മൾ അതുപോലെ തന്നെ എല്ലാ കളറിൻ്റെ ഓപ്പോസിറ്റൊക്കെ നോക്കിയിരിക്കുക. അത് നോക്കിയിരുന്നാലും കുഴപ്പമില്ല, അതൊരു പ്രാക്ടീസ് ആയിക്കോട്ടെ. അപ്പോൾ വൈറ്റ് നമ്മൾ എടുത്തിട്ട് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ചുറ്റും സോൾവ് ചെയ്യുക. ചുറ്റും സോൾവ് ചെയ്യുമ്പോൾ ഇവിടെ കോർണർ സോൾവ് ചെയ്യുന്നുണ്ട്, ഇതും സോൾവ് ചെയ്യുന്നുണ്ട്. നമ്മളെ എഡ്ജും സോൾവ്, കോർണറിൻ്റെ കാര്യം ഇപ്പോൾ നോക്കണ്ട. അപ്പോൾ എഡ്ജ് മാത്രം നോക്കിയാൽ മതി. എഡ്ജ് ഇവിടെ സോൾവ് ചെയ്യുന്നുണ്ട്, കോർണർ സോൾവ് ആയിട്ടില്ല എന്ന് വെച്ചാൽ മതി. എഡ്ജ് സോൾവ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എഡ്ജ് എല്ലാം സോൾവ് ചെയ്യുക, പിന്നെ നമ്മൾ കോർണർ സോൾവ് ചെയ്യുക. അങ്ങനെയാണ് സാധാരണ ക്യൂബ് ചെയ്യുമ്പോൾ സോൾവ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ ഒരു ഭാഗം ചെയ്യാൻ വേണ്ടിയിട്ട് അതിനോട് എളുപ്പത്തിൽ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. നമ്മൾ 2 ജോയിൻ ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യാം. ഇപ്പോൾ നമ്മൾ സാധാരണ ക്യൂബ് സോൾവ് ചെയ്യുമ്പോൾ ഫസ്റ്റ് എഡ്ജ് സോൾവ് ചെയ്യും, പിന്നെ കോർണർ സോൾവ് ചെയ്യുക. അപ്പോൾ അത് വെച്ച് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ എഡ്ജ് സോൾവ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ചുറ്റുള്ള എഡ്ജ് നോക്കുക. അപ്പോൾ എഡ്ജും കോർണറും തിരിച്ചറിയണം നിങ്ങൾ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോർണർ ഇതാണ്, എഡ്ജ് ഇതാണ്. എഡ്ജിന് 2 കളറുണ്ടാവും, കോർണറിന് 3 കളറുണ്ടാവും. അപ്പോൾ എഡ്ജ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു വൈറ്റ് എഡ്ജ് ഉണ്ട്, ഇവിടെ ഒരു വൈറ്റ് എഡ്ജ് ഉണ്ട്. ഇപ്പോൾ 2 എഡ്ജായി, 1 2 ഇവിടെ വെക്കാം. ഇനി അടുത്ത എഡ്ജ് എന്ന് പറയുമ്പോൾ നമുക്ക് വെച്ചെങ്കിൽ ഇവിടെ ഒരു എഡ്ജ് ഉണ്ട്. അപ്പോൾ നമുക്ക് 3 എഡ്ജും കിട്ടി. 3 എഡ്ജും നമ്മൾ ഈ എഡ്ജിൻ്റെ അവിടെ കോർണർ നമ്മൾ നോക്കരുത്. ഫസ്റ്റ് ഇതൊരു പ്രാക്ടീസ് പോലെ ചെയ്ത് പഠിക്കുക. നമ്മൾ ഫസ്റ്റ് ക്യൂബിനെ കുറിച്ച് ഒന്നും അറിയാത്തവരാച്ചെങ്കിൽ നമ്മൾ ഇത് ഒരു സൈഡ് സോൾവ് ചെയ്ത് ഫസ്റ്റ് പഠിക്കുക. അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഈ എഡ്ജസ് എല്ലാം ഇവിടെ കൊണ്ടുവരണം. ഞാൻ പറഞ്ഞ എഡ്ജസാണ് ഫസ്റ്റ് സോൾവ് ചെയ്യുക, കോർണറാണ് പിന്നെ സോൾവ് ചെയ്യുക. അപ്പോൾ എഡ്ജ് ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ ഒരു എഡ്ജ് ഉണ്ട്, ഇത് ഇവിടേക്ക് എങ്ങനെ കൊണ്ടുവരിക. ഇപ്പോൾ അത് നമ്മൾ ഫസ്റ്റ് അപ്പോൾ എന്താ പറയുക, അങ്ങനെ കൊണ്ടുവരുന്ന വെച്ചാൽ ഇവിടേക്കൊക്കെ നമ്മൾ ക്യൂബ് മൂവ് ചെയ്യും. ഞാൻ പറഞ്ഞു ആ റൈറ്റ് സൈഡ് അങ്ങനെ കുറച്ച് സൈഡ്സ് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ ഇത് മേലേക്കാക്കി വിചാരിച്ചോ, മേലേക്കാക്കി കഴിഞ്ഞാൽ ഇത് ഇവിടെ ഉണ്ടാകുന്ന ഇവിടേക്ക് വന്ന്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ മേലേക്ക് ആക്കി വെക്കാൻ എന്താ ചെയ്യുക, സാധാരണ നമ്മൾ ഇങ്ങനെ തിരിക്കുക. പിന്നെ നമ്മൾ അടുത്തത് 2 എഡ്ജ് സോൾവ് ചെയ്യാൻ നോക്കുക. അടുത്ത എഡ്ജ് സോൾവ് ചെയ്യുമ്പോൾ പ്രശ്നം വെച്ചാൽ നമ്മളിവിടെ ചെയ്ത് വെച്ച് പോകാൻ പാടില്ല. അതാണ് നമ്മൾ സാധാരണ നമ്മൾ ക്യൂബ് ഫസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ചെയ്ത് വെച്ച് പോയോണ്ട് നമ്മൾ ഇവിടെ 2 ഉണ്ട്. ഇതെങ്ങനെ കൊണ്ടുവരാം, നേരത്തെ ചെയ്ത പോലെ തന്നെ ഇത് 2 നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യുക. ജസ്റ്റ് ഇതിപ്പോൾ ഇത് മേലേക്കാക്കിയ പോലെ തന്നെ ഇതിപ്പോൾ ഇവിടെ കൊണ്ടുവരണമെങ്കിൽ ഇങ്ങനെ അടിക്കാക്കുക, മേലേക്കാക്കുക. അതുപോലെ തന്നെ ഇനി ഇത് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ പ്രശ്നമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എങ്ങനെ കൊടുന്നാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മേലേക്ക് വെക്കുമ്പോൾ ഇത് മേലേക്ക് വെക്കുമ്പോൾ നമ്മളിവിടെ ചെയ്ത് വെച്ചാൽ പോകും. അപ്പോൾ ഇവിടെ ചെയ്ത് വെച്ച് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതാണ് നമ്മളെ എംപ്റ്റി ആയിട്ടുള്ള സ്ഥലം. ഈ സ്ഥലത്ത് ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ലെയർ ഇങ്ങനെ തിരിക്കണം. നമുക്കത് ചെയ്ത് ക്യൂബിനെ കുറിച്ചിട്ട് നോളജ് വർദ്ധിച്ച് വരുമ്പോൾ നമുക്ക് ഇതൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെ മേലേക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു ചെറുതായിട്ടൊരു ഇതുണ്ടായാൽ മതി, തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പ്രത്യേകിച്ച് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇങ്ങനെ ക്യൂബ് എങ്ങനെ മൂവ് ചെയ്യുക അതിനനുസരിച്ചിട്ട് നമ്മൾ സോൾവ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു എഡ്ജ് എല്ലാം സോൾവ് ചെയ്ത് ഇനി കോർണർ സോൾവ് ചെയ്യാൻ നോക്കുക. കോർണർ സോൾവ് ചെയ്യുമ്പോൾ ഇവിടെ എത്ര 4 കോർണേഴ്സ് ഉണ്ടാവും. അപ്പോൾ 4 കോർണേഴ്സ് ഇത് അവിടെ ഒരു കോർണർ പിന്നെ ഇവിടെ ഒരു കോർണർ. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ മേലെ കൊണ്ടുവരണമെങ്കിൽ ഞാൻ ഒരു മൂവ് ഞാൻ പറഞ്ഞുതരാം. ഏതെങ്കിലും ഒരു കോർണർ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിലൊരു കോർണർ കൊണ്ടുവരിക. അത് നമ്മൾ ഇങ്ങനത്തെ ഒരു മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അടിക്കാക്കുക, അടിഭാഗം ഇങ്ങനെയൊക്കെ ആക്കുക, പിന്നെ മേലേക്കാക്കുക, ഇവിടേക്കാക്കുക. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുക. അടിക്കാക്കുക, ഇവിടേക്കാക്കുക, മേലേക്കാക്കുക, ആക്കാം. ഇത് ഇവിടേക്ക് വന്ന് മേലേക്ക് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് അതുപോലെ കൊണ്ടുവരിക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിലൂടെ കൊടുത്തിട്ട് ഇഷ്ടമുള്ള സ്ഥലത്ത് കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഒരു സൈഡാണ് ഞാൻ സോൾവ് ചെയ്യാൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏത് ആയാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഇഷ്ടമുള്ള സ്ഥലത്ത് കൊടുത്തിട്ട് സോൾവ് ചെയ്യാത്ത ഭാഗം വന്നിട്ട് അടിക്കാക്കുക, മേലേക്കാക്കുക, തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെയൊക്കെ അടിക്കാക്കുക. ഇതധികം പഠിക്കാനായിട്ടൊന്നും ഇല്ല. ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ പല തരത്തിൽ കൊണ്ടുവരാം. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് എങ്ങനെയാണ് ഫസ്റ്റ് സോൾവ് ചെയ്യാനുള്ള ഐഡിയ. ഇതൊരു ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ലൂപ്പ് പോലെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. സോൾവ് ചെയ്യണം, അതായത് മേലെ സോൾവ് ആയി. ഇനി അടുത്ത് കുറേ സ്ഥലത്ത് കൊണ്ടുവരിക. നേരെ അടിഭാഗത്താണ് കൊണ്ടുവരേണ്ടത്, അത് ശ്രദ്ധിക്കുക. എന്നിട്ട് വേറെ സ്ഥലത്ത് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതായിരിക്കും മേലേക്ക് പോകുക. ഇത് മേലേക്ക് പോകേണ്ടിയാണ് നമ്മളിതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഇതൊക്കെ ആവശ്യം വരും. ഇത് നിങ്ങൾക്ക് ഈ മൂവ് നിങ്ങൾ പഠിച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് ആവശ്യം വരും. അപ്പോൾ ഇവിടെ സോൾവ് ചെയ്തു, അതുപോലെ തന്നെ ഇതും ചെയ്യുക. ചെയ്തുകൊണ്ടിരിക്കുക, സോൾവ് ചെയ്യണം.
സംഭവം ഒരു സൈഡ് സോൾവ് ആയി. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ ഫസ്റ്റ് ചെയ്ത് പഠിച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് ക്യൂബിനെ കുറിച്ചൊരു ഇത് കിട്ടാൻ വേണ്ടിയാണ്, ഒരു എവിടെയൊക്കെയാണ് സംഭവം, എവിടേക്കൊക്കെയാണ് മൂവ് ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെ ചെയ്ത് പഠിക്കാൻ നിങ്ങൾ ഒരു സൈഡ് സോൾവ് ചെയ്ത് പഠിക്കുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് എന്താ പറയുക, ക്യൂബ് സോൾവ് ചെയ്യുമ്പോൾ അത്ര പ്രശ്നം ഉണ്ടാവില്ല. നേരിട്ടിട്ട് ഇതൊന്നും അറിയാണ്ട് എന്താ പറയുക ക്യൂബ് സോൾവ് ചെയ്യാൻ കയറി കഴിഞ്ഞാൽ കാര്യമായിട്ടൊന്നും മനസ്സിലാവില്ല. ഫസ്റ്റ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ക്യൂബ് വാങ്ങിക്കുക. നിങ്ങൾ ക്യൂബിനെ കുറിച്ചൊരു ചെറിയ എങ്ങനെയൊക്കെയാണ് മൂവ് ചെയ്യുക, അതുപോലെ തന്നെ കളർ സിസ്റ്റം, പിന്നെ നമ്മൾ ഈ എഡ്ജ്, കോർണർ, ആ സംഭവങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചെറിയ ക്യൂബിനെ കുറിച്ചുള്ള ഒരു നോളജ് കിട്ടി കഴിഞ്ഞാൽ ഈസി ആയിട്ട് സോൾവ് ചെയ്യാവുന്നതാണ്. ഇതൊന്നും അറിയാണ്ട് നേരിട്ട് പോയി ക്യൂബ് സോൾവ് ചെയ്യാൻ പഠിക്കരുത്. അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പഠിക്കുക. ഇവിടെ ഒരു എഡ്ജ് ഉണ്ട്, നമ്മളിത് വെറുതെ മേലെ കയറ്റിച്ചാൽ മതി. പിന്നെന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ ഒരു എഡ്ജ് ഉണ്ട്. ഇപ്പോൾ ഈ എഡ്ജ് എവിടെ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ചില സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഈ എഡ്ജ് ഇങ്ങനെ ഉണ്ടാവും, ഇവിടെ നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഏത് സ്ഥലത്താണോ ഈ എഡ്ജ് ആഗ്രഹിക്കുന്നത്, നിങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്, ഇവിടെ ഏത് വെച്ചെങ്കിൽ ആ സ്ഥലത്ത് നമ്മൾ നീക്കുക. ഇപ്പോൾ ഇവിടെ വെച്ചെങ്കിൽ ഇങ്ങനെ നീക്കുക, ഇവിടെ വെച്ചെങ്കിൽ ഇങ്ങനെ വെച്ചാൽ നമ്മൾ ഇതിൻ്റെ മേലെ കൊണ്ടുവരാൻ പറ്റും. അതിനനുസരിച്ച് നമ്മൾ ടോപ്പ് ലെയറും തിരിക്കണം. നമ്മളത് തിരിക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ ഇത് പോകും. അപ്പോൾ നമ്മൾ അടുത്തെന്ന് പറയുമ്പോൾ ഇവിടെ ഒരു എഡ്ജ് ഉണ്ട്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ ജസ്റ്റ് ഇത് 2 പ്രാവശ്യം ഇങ്ങനെ മേലേക്ക് തിരിച്ച് കഴിഞ്ഞാൽ ഇവിടെ എത്തും. കണ്ട, നമ്മൾ ഈസിയായി ചെയ്യാവുന്നതാണ് അതൊക്കെ. ഇനി അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എഡ്ജ് ഉണ്ട്. ഇവിടെ എഡ്ജ് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ മേലത്തെ അത് ചെയ്തിച്ച് പോകും. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ജസ്റ്റ് ടോപ്പ് ലെയർ ഇങ്ങനെ തിരിച്ചിട്ട് ഇത് ഇങ്ങനെ കയറ്റിച്ചാൽ മതി. അപ്പോൾ നമുക്ക് സോൾവ് ആയി കിട്ടും. പിന്നെ നമ്മളങ്ങനെ കോർണർ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റാകും. പിന്നെ നമ്മൾ ക്യൂബിങ്ങിൻ്റെ ഒറിജിനൽ മെത്തേഡിൽ കിടക്കുമ്പോൾ കുറച്ചും കൂടി ഇങ്ങനെ വെറുതെ സോൾവ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ കളറിന് സിസ്റ്റത്തിനനുസരിച്ച് സോൾവ് ചെയ്യണം. അതിനാണ് കളർ സിസ്റ്റം സംഭവങ്ങളൊക്കെ ഞാൻ പഠിക്കാൻ പറഞ്ഞത്. ഇപ്പോൾ നമ്മളൊരു പ്രാക്ടീസ് ആയിട്ട് ഇതിനെ ചെയ്ത് പഠിക്കുക. അപ്പോൾ ഒരു ക്യൂബിനെ കുറിച്ചിട്ടുള്ള ഒരു എങ്ങനെയൊക്കെ ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം, ക്രോസ് ട്യൂട്ടോറിയലായിട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.